നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാളിയെ നർമ്മത്തിൻ്റെ ഹരിശ്രീ പഠിപ്പിച്ച കോളാമ്പിയും രമണനുമായി മലയാളിയുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ നമ്മുടെ സ്വന്തം ഹരിശ്രീ അശോകനെ JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. വടിയൊക്കെ ആയിട്ട് വന്നേക്കുന്നത് വടിയല്ല, പെൻസിലാണത്. ജി ഒരു പേന അടിക്കുമ്പോൾ ഒരു പെൻസിലും കൂടെ എൻ്റെ കയ്യിൽ വേണ്ടേ? നമുക്കൊരു ഒടിവിധി ചെയ്യാനുള്ള പരിപാടിയാണ്. അതല്ല, ഇതൊരു ഒരു എന്താ പറഞ്ഞ ഒരു മാജിക് വടി എന്നൊക്കെ പറഞ്ഞ ധൈര്യം ഉണ്ടാവില്ല. ഓക്കെ, മാജിക്കാരുടെ കയ്യിൽ എപ്പോഴും വടി ഉണ്ടാവും. ആ ഒരു ധൈര്യത്തിന് ഞാൻ ആ വടിയെ ഒന്ന് നിർവീര്യമാക്കട്ടെ, അതല്ലെങ്കിൽ എനിക്കിട്ട് പണി കിട്ടും മിക്കാറും. ഇല്ലില്ല, ഇത് വെറുതെ ഒരു പെൻസിൽ, അത്ര നിരുപദ്രവകരമായിട്ടാണ്. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല ഇതിന്. ഇന്ന് മലയാള സിനിമയിലുള്ള എല്ലാവരെയും എടുത്തു നോക്കിയാൽ പക്ഷേ ഇത്രത്തോളം തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ ഒരു പടുകുഴിയിൽ നിന്ന് സ്വന്തം കഠിനാധ്വാനത്തിലൂടെ പിച്ച വെച്ച് വന്ന ഒരു നടൻ ഒരുപക്ഷെ മലയാള സിനിമയിൽ ഉണ്ടാവില്ല. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുടെ വളരെ ഹമ്പിൾ ബിഗിനിങ് ആണ്. മലയാള സിനിമയുടെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ വളർന്നു വന്നു എന്നുള്ളത്. ഒരുപക്ഷെ ബോളിവുഡിലൊന്നും നടക്കില്ല. ബോളിവുഡിലൊക്കെ ഈ പറഞ്ഞ സിൽവർ സ്പൂണിലൂടെ വരുന്ന ആൾക്കാർ. പക്ഷേ ഈ ഒരു തരക്കാരിൽ പോലും അശോകൻ വേറിട്ട് നിൽക്കാൻ കാരണം അശോകൻ ഈ കൊച്ചി നഗരത്തിലൊക്കെ ഒരു പിക്കാക്സും എടുത്ത് കുത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. അതെ, SSLC പാസ്സായതിന് ശേഷം. പാസ്സായോ? പാസ്സായി. ഞാൻ തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സെറ്റപ്പായിരുന്നു അന്ന്. കാരണം അന്ന് ഞങ്ങളൊരു സന്തുഷ്ട കുടുംബമായിരുന്നു. അച്ഛനും അമ്മയും 9 മക്കളും. 9 മക്കൾ. അശോകൻ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ 9 മക്കളുള്ളതുകൊണ്ട് ആരും കള്ളന്മാർ വീട്ടിൽ വന്നിരുന്നില്ല എന്ന്. ഇല്ലില്ല, കാരണം വെച്ചാൽ അന്ന് വീട് തന്നെ ഒരു ചെറിയ വീടായിരുന്നു. അപ്പോൾ വീട്ടിൽ കള്ളന്മാർ വന്നാൽ ഈ ഓടിളക്കിയിട്ട് ഇങ്ങനെ കെട്ടി വേണേൽ ഇറങ്ങാനായിട്ട്. അങ്ങനെ ഇറങ്ങി വന്നാൽ കാലുകുത്താൻ സ്ഥലമില്ല. ആരുടെയും തലേ മക്കൾ നേർന്ന് കിടക്കല്ലേ, അപ്പം എവിടെ കാലുകുത്താൻ? അങ്ങനെ ഒരു പ്രാവശ്യം കള്ളം വന്ന് തിരിച്ചു പോയിട്ടുണ്ട്. വന്ന വഴി തിരിച്ചു പോയി. അപ്പോൾ അങ്ങനെ കൊച്ചി നഗരത്തിൽ ഒരു സാധാരണ ഒരു തൊഴിലാളിയായിട്ടാണ് അശോകൻ മാറി അല്ലേ SSLC കഴിഞ്ഞ്? അതെ അതെ. തൻ്റെ ജീവിതം അവിടെ അടിഞ്ഞു പോകുമെന്ന് വിചാരിച്ചപ്പോഴെങ്കിലും? ഞാൻ അങ്ങനെ ഇല്ല. ഒരു സമയത്തും മുൻകൂട്ടി ഒന്നും അങ്ങനെ കാണാറില്ല. ചെയ്യുന്ന സമയത്തൊക്കെ വളരെ സത്യസന്ധമായിട്ടും അവിടെ എന്തോരം നമ്മൾ അധ്വാനിക്കേണ്ടി വരുന്നത് അതൊരു സുഖമായിട്ട് ഞാൻ കണ്ടെത്തുകയാണ് എല്ലാത്തിനും. ഒരു ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ടെങ്കിൽ പണ്ട് റാഫി മെക്കാർട്ട്നി കൂടി പഞ്ചാബി ഹൗസിൻ്റെ പടത്തിലൊരു ഡയലോഗ് എഴുതി. അത് ആ പടത്തിലില്ല. അതിൽ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തതാണ്, മുറിച്ച് കളഞ്ഞത് അല്ല. കാരണം അത് അങ്ങനെ ഒരു സീൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ അവിടെ കൊണ്ട് ഭയങ്കരമായിട്ട് കുഴപ്പമാകും. കാരണം ത്രൂ ഔട്ട് ഇങ്ങനെ കോമഡി കളിക്കുന്ന ഒരു നടൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ പെട്ടെന്നൊരു സെൻറ്റിമെൻറ്റ്സ് പറയുകയാണ്. അപ്പോൾ ആ ഒരു കരച്ചിൽ എൻ്റെ ആ ക്യാരക്ടർ കരഞ്ഞാൽ അല്ലെങ്കിൽ കണ്ണ് നനഞ്ഞാൽ ഒന്ന് പടം ഡ്രോപ്പാകുമെന്നാണ് അതിന് മറുപടി. അശോകൻ ആ സീന് നിലനിർത്താൻ വേണ്ടി പഠിച്ച പണി ഒരുപാട് നോക്കി റാഫി മെക്കാർട്ട്നിമാർ പറഞ്ഞു. അതായത് എങ്ങനെ രാവിലെ അശോകൻ്റെ കോള വരിക, ഇവിടെ ഒന്ന് നിർത്തേ, അത് കട്ട് ചെയ്യരുതേ. അതിന് കാരണമുണ്ട് അങ്ങനെ പറയാൻ. ഞാൻ ഈ സീൻ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ടൊക്കെയുള്ള നമ്മളൊരു സെന്റിമെന്റ്സ് ഡയലോഗൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ആ ഒരു എന്താ പറയുക, ആ തീവ്രതയോടെ തീഷ്ണതയോടെ ആ ഒരു ഡയലോഗ് ആ സിനിമയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കട്ടെ. ഞങ്ങൾ ഒന്ന് പറഞ്ഞു അശോകൻ. ഞാൻ പറയാം. അപ്പോൾ ഇതിനൊരു കാര്യം കൊണ്ട് പറഞ്ഞോട്ടെ. ഈ സീന് അവിടെ അഭിനയിച്ച് ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനും സിദ്ദിഖും കൂടിയിട്ട് സിദ്ദിഖിൻ്റെ ഓഫീസിലിരിക്കുക, ഡയറക്ടർ സിദ്ദിഖും കൂടിയിട്ട് അവിടെ നമ്മുടെ ഊമയായിട്ട് അഭിനയിച്ച ആ കുട്ടിക്ക് ഡബ് ചെയ്യുന്നത് സരിതയായിരുന്നു. കുറേ പേര് ഡബ് ചെയ്തിട്ട് ശരിയായില്ല. അങ്ങനെ സരിത ഡബ് ചെയ്തിട്ട് അവിടുന്ന് സിദ്ദിഖിനെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷെ സിദ്ദിഖ് അത് ഞാൻ ഡബ് ചെയ്തിട്ട് കുഴപ്പമില്ല, കുറച്ച് ഡബ് ചെയ്തിട്ടുണ്ട്, എന്നാൽ കണ്ടിന്യൂ ചെയ്തോന്ന് സിദ്ദിഖ് പറഞ്ഞു. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞ അവിടെ നിന്ന് വിളിച്ചിട്ട് എന്നോട് ഈ സരിത സിദ്ദിഖിനോട് പറഞ്ഞു, ഞാനൊരു സീൻ കണ്ടു അതിൽ നമ്മുടെ ഹരിശ്രീ അശോകൻ ചെയ്തേക്കുന്ന ഒരു സീൻ, വളരെ സെൻറ്റിയായിട്ടൊരു സീൻ ചെയ്തിട്ടുണ്ട്, ഭയങ്കര ടച്ചിങ് ആണത്, ഗംഭീരമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ സിദ്ദിഖ് ആളിവിടെ ഇരിപ്പുണ്ട്, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് മൊബൈൽ എൻ്റെ തന്നു. അങ്ങനെ സരിത പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായത്. കാരണം നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്ന അത്രയും അത് കഴിഞ്ഞ അന്ന് തുടങ്ങി, അതിൻ്റെ പിറ്റേ സമയം തുടങ്ങി ഞാൻ വിളി തുടങ്ങി റാഫി മെക്കാർട്ട്നി വിളിച്ച്, അത് കളയല്ലേ, അത് പോകും, ദൈവമേ ചതിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഡെയിലി വിളിക്കും. അങ്ങനെ പറഞ്ഞ് അത് കട്ട് ചെയ്ത് പോയി. പക്ഷേ ഇവിടെ വന്ന് സിനിമ ഇറങ്ങിയിട്ടും ഞാൻ പറഞ്ഞു, ഇനിയെങ്കിലും അത് ഇട്ടൂടെ, സിനിമ ഓടുന്നുണ്ടല്ലോ, ഇനിയാണ് പ്രശ്നം, ഇനി അത് ഇട്ടാൽ ചിലപ്പോൾ അശോകനെ കണ്ണു വെക്കുമെന്ന് ഒരു മറുപടി അവരുടെ കയ്യിലുണ്ടായിരുന്നു. മറുപടി കണ്ടുവച്ചു. ആ ഒരു സീനെ നമ്മൾ ആ പഞ്ചാബി ഹൗസിലേക്ക് പുനരാവിഷ്കരിക്കുകയാണ്. ദയവേത് മറ്റ് സിനിമാക്കാരൊന്നും കണ്ണുവച്ചേക്കരുത്. കുറേ പേര് കണ്ണുവച്ചിട്ടാണ് അതിന് ചേട്ടൻ നല്ല നല്ല വേഷങ്ങൾ വേറെ കിട്ടിയത്. അതെ, അന്ന് കണ്ണ് വെച്ചോളൂ. ഒരു കണ്ണ് വേണമെന്നേ ഞാൻ പറയാം. ഒരു കണ്ണ് വേണം.
രണ്ട് കണ്ടും ആഴത്ത് വെക്കരുത്. ഓക്കെ, ശരി അശോകൻ. ഞാനിങ്ങനെ ഇത് കഞ്ഞിങ്ങനെ കോരിയിട്ട് ഇങ്ങനെ കുടിക്കാതെ ഇങ്ങനെ വരാന്തയിലിരിക്കുകയാണ്. സന്ധ്യാസമയം ദിലീപ് വന്നിൻ്റെ തോളെ കഴിച്ചിട്ട് പറയും, രമണ നിനക്കൊണ്ട് ദേഷ്യമാണെന്ന് വയ്ക്കും. അപ്പം ഞാൻ പറയും, ഞാൻ എന്തിനാ ദേഷ്യപ്പെടണത്? സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കുന്നവനാണ് ഈ രമണൻ, അത് നിനക്കറിയാമോ? പിന്നെ നീ വിചാരിക്കും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാനിവിടെ കിടന്ന് എന്തിനാണ് നീ കഷ്ടപ്പെടുന്നതെന്ന് നീ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. മരിക്കാൻ നേരത്ത് അല്പം കഞ്ഞിവെള്ളം തന്ന ആളാണ് എൻ്റെ മുതലാളി. പിന്നെ എന്ത് ദുഃഖം ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ഞാനൊരു സുഖം കണ്ടെത്തൂടാ. ഇപ്പം ഈ ഇവിടെ കിടന്ന് ഈ കഷ്ടപ്പെട്ടിട്ട കഞ്ഞിയില്ലേ, അത് കുടിക്കുമ്പോണ്ടൊരു സുഖം അറിയാവാ. ഇത് നമ്മൾ ചെയ്യണേണ്. ഇതുപോലെ ഒരു കയ്യടി ഉണ്ടായിരുന്നു. അശോകൻ കരഞ്ഞു, യഥാർത്ഥത്തിൽ കരഞ്ഞു പോയി. എൻ്റെ കണ്ണെന്ന് വരിക അങ്ങനത്തെ ഒരു ഡയലോഗാണ്. അസീനത. ഒരു പക്ഷേ അശോകൻ്റെ ആദ്യകാലത്തിലേക്ക് അശോകൻ മടങ്ങിയോ? അങ്ങനൊന്നുമില്ല. ഇല്ല. ആ സീൻ ഭയങ്കര ടച്ചിങ് ആയിരുന്നത്. ഇത് ഈ കയ്യടി ആ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു, ആ ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. അശോകൻ്റെ ഒരു ജീവിത രേഖയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിച്ചെങ്കിൽ പോലും ആഹ്ലാദം അനുഭവിച്ച ആളാണ് അശോകൻ. അതെ അതെ. ഞാൻ പറഞ്ഞില്ലേ, മിമിക്രി എന്ന് പറയുന്ന കലയിലൂടെ, അതായത് SLC പാസ്സായതിനു ശേഷം കോളേജിൽ പോകണം വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൻ്റെ ഒരവസ്ഥ, അതായത് ഞങ്ങൾ 9 മക്കളും അച്ഛനും അമ്മയും എന്ന് പറയുന്നത് കൂടാതെ ഞങ്ങൾക്ക് 2 ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. അത് ഒന്ന് ദാരിദ്ര്യവും ഒന്ന് പട്ടിണിയും. അങ്ങനെ ഞങ്ങൾ മക്കൾ തന്നെ 11 പേര്, ഈ ദാരിദ്ര്യവും പട്ടിണി അടക്കം. പിന്നെ ഒരു അച്ഛനും അമ്മയും. അച്ഛൻ സൈക്കിൾ റിക്ഷയുടെ ആളാണ്. സൈക്കിൾ റിക്ഷ. പുള്ളി അങ്ങനെ വീട്ടിലൊന്നും കൃത്യമായിട്ട് വന്നിരുന്നില്ല. വീട്ടിലൊക്കെ വരും, പക്ഷെ വരുന്നത് ഒരു പെട്ടി പലഹാരമായിട്ടായിരിക്കും. അതായത് ഒരു പലഹാരം കഴിക്കണം എന്നുള്ളതാണ്. ആ ഒരു ദിവസമാണ് ശരിക്കുള്ള ഭക്ഷണം. അപ്പോൾ അങ്ങനെ കുറച്ച് SLC പാസ്സായതിനു ശേഷം ഇങ്ങനെ കോളേജിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പോകാൻ പറ്റിയില്ല. അത് ആഗ്രഹം വേറൊന്നുമല്ല, പഠിക്കുക എന്നതിനേക്കാൾ ഉപരി മിമിക്രി യൂണിവേഴ്സിറ്റി വിന്നറാവണം അന്നത്തെ ആഗ്രഹം. എങ്കിൽ മാത്രമേ എല്ലാം തികഞ്ഞൊരു മിമിക്രി അല്ലെങ്കിൽ ഒരു മിമിക്ക് ആവുള്ളൂ എന്ന് തോന്നുന്നു. ഈ അഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ അന്ന് സ്കൂളിൽ പക്ഷേ അറിയാത്ത കാര്യങ്ങളിൽ പോലും പിന്നെ അശോകൻ ഉണ്ടായിരുന്നല്ലോ. ഓട്ടം, ചാട്ടം, അതൊക്കെ ജാവലിന്, ഷോർട്ട് പുട്ട്, അതൊക്കെ ഒരു കോമഡി. ഷോർട്ട് പുട്ട് എറിഞ്ഞിട്ടുണ്ട് ഈ ശരീരം വെച്ചിട്ട്. അല്ല, അത് എനിക്ക് കഥകളുണ്ട്. കാരണം വെച്ചാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലൊരു ഓളിനോളായിരുന്നു. എന്ത് കാര്യത്തിനും ഞാനുണ്ടാവും, അതിൻ്റെ ഒരു 1ാം സ്ഥാനത്തായിട്ട്. അപ്പോൾ അതിൽ സ്പോർട്സിന് എനിക്ക് വലിയ ഇതൊന്നുമില്ല, എന്നാലും ഞാൻ വേണമെന്ന് നിർബന്ധമാണ് എല്ലാവർക്കും. അപ്പോൾ ഷോർട്ട് പുട്ടൊക്കെ എറിയുമ്പോൾ ഞാൻ അതിൻ്റെ അകത്തൊരു തമാശക്കാരനാണ്. സ്പോർട്സിലും തമാശ തന്നെ ആയിരുന്നു. ഷോർട്ട് പുട്ട് ഇങ്ങനെ റൗണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ എറിഞ്ഞിട്ട് ഇവിടെ തന്നെ എറിയും. ദൂരയിലേക്ക് വരുന്ന സ്റ്റൈലും ഇന്ത്യയുടെ ജേഴ്സിയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കോമഡി ഷോ. പിന്നെ ഞാൻ 1000 മീറ്റർ 2000 മീറ്ററൊക്കെ ഓട്ടത്തിന് ഞാനിങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ഓടും. പക്ഷേ ഓടി ഫസ്റ്റും സെക്കൻഡും തേർഡും ബാക്കിയുള്ളവർ പോയിട്ടുണ്ടാവും. അടുത്ത ഓട്ടം ഇവിടെ ആരംഭിച്ചാൽ അശോകൻ അവിടെ ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഓടി തീരാതെ ശരിക്കും വിളിക്കാൻ പറ്റില്ല അടുത്ത ബാച്ചിന്. അപ്പോൾ ഞാനിങ്ങനെ ഇന്ത്യയുടെ ജേഴ്സിയൊക്കെ ഇട്ട് അവിടെ ഗ്ലൂക്കോസൊക്കെ ആയിട്ട് പലരും നിൽപ്പുണ്ട്, അതൊക്കെ കഴിച്ച് ചേർന്നാരൊക്കെ ചിലപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ വിശേഷമൊക്കെ അന്വേഷിച്ചിങ്ങനെ നടക്കും. അങ്ങനെ തമാശയായിരുന്നു. അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതല്ലെങ്കിൽ പണ്ടേ ഞാൻ സ്കൂളിൽ നിന്ന് പുറത്തു പോയത്. അപ്പോൾ അതിലുമൊക്കെ താല്പര്യം. സ്പോർട്സിലും ഞാൻ എല്ലാത്തിനും പോകും, എല്ലാവരും കൂടെ ഭയങ്കര ഒരു എനർജി ആയിരുന്നു. മറ്റ് സ്പോർട്സിൽ എല്ലാവർക്കും ഞാനൊരു എനർജി തന്നെ ആയിരുന്നു. അതിനുശേഷം അശോകൻ പെട്ടെന്ന് കലാലയത്തിൽ നിന്ന് ഈ പറഞ്ഞ പോലെ നിരത്തിലേക്ക് മാറുന്നു. കൊച്ചി നഗരത്തിൻ്റെ വഴിയോരത്തായി പിന്നെ അശോകൻ്റെ ജീവിതം. ഒരു പിക്കാക്സ്. 77 പാസ്സായി, SLC പാസ്സായി. ആ 77 തന്നെ കോളേജിൽ പോകാൻ പറ്റില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പിക്കാസ് എടുത്ത് കേബിൾ ഇടാനുള്ള കുഴി. ടെലിഫോൺസിൻ്റെ കേബിൾ. ടെലിഫോൺസിലിടും. അതെ അതെ. അന്ന് അശോകൻ ഒരു പേര് കിട്ടി, അശോകൻ എന്ന് പറഞ്ഞു. അശോകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേബിൾ ഇടുമ്പോൾ ഇത് വലിച്ചു കൊടുക്കണം. കേബിൾ പിടിച്ച് ആർമഡ് കേബിൾ എന്ന് പറഞ്ഞത് വെച്ചുകൊണ്ടും ആർമഡും. അത് 600 കേബിൾ ഇങ്ങനെ പിടിക്കണം നമ്മൾ. അതൊരു റോളിൽ ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ വിളിച്ച് തരും. ഇതിങ്ങനെ വലിക്കണമെങ്കിൽ 1 മീറ്റർ അകലത്തിൽ ഒരിടത്ത് നിൽക്കും. ആ തഴമ്പൊക്കെ പോയോ? അതിപ്പോൾ പോയിട്ടുണ്ടാവും. പക്ഷേ ആ ഓർമ്മ മനസ്സിൽ ഈ തഴമ്പായിട്ട് കിടപ്പുണ്ട്. മിഡിലോ പ്ലാങ്കട്ടെ അവിടെ കിടപ്പുണ്ട്. ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ അതിനൊരു ആവേശം, ഒരേ സമയത്ത് വലിച്ചാലേ അത് പോരുള്ളൂ, അത്ര വണ്ണമുള്ളതാണ്. അതിനൊരു താളത്തിൽ നമ്മൾ ആ അമ്പ ഇട്ട് കൊടുക്കും. അത് ആ താളത്തിൽ ഇവരിങ്ങനെ വലിച്ചോളും. അത് ഏതെങ്കിലും ഒരു പാട്ടൊന്നുമല്ല, അത് നമ്മുടെ ഇഷ്ടത്തിന് ഏത് പാട്ട് എങ്ങനെ വേണമെങ്കിലും പറയാം. അത് ഇപ്പോൾ വഴി പോണ പോലീസുകാരനാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ കളിയാക്കാം.
പക്ഷെ കളിയാക്കലല്ല, നമ്മൾ വലിക്കാൻ നേരത്തെ എല്ലാവരും നിരന്നിട്ട് ഹെലേ മാല എന്ന് പറയുമ്പോൾ എല്ലാവരും ഹെയ്ലസാ ഹേ പോണ് ഹെയ്ലസാ ഹമ്പടെ ചക്കര ഹെയ്ലസാ ആ പോലീസുകാരൻ ഹെയ്ലസാ അതേ ചക്കര പെണ്ണ്. ഇങ്ങനെ അവർക്കൊരു രസമാണ് വലിക്കുന്നവർക്ക്. കാരണം അവർ ഇവരെ നോക്കി ചിരിച്ചുകൊണ്ട് വലിച്ചോളും, ആ എനർജി നഷ്ടപ്പെടില്ല. ഏറെ പെണ്ണിനെ നോക്കിയിട്ട് വിളിച്ചപ്പോഴാണല്ലോ ഈ അംബാശകൻ എന്നുള്ള പേര് വന്നത്. അല്ലല്ല, ഒരു പെൺകുട്ടിയെ നോക്കി വിളിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കൂളിൽ പഠിച്ച പെണ്ണ് തന്നെ ഇരുന്നത്. അവൾ വേറെ കോളേജിലേക്ക് കൊണ്ടിരുന്നത്. അങ്ങനെ അവൾ എന്നെ കണ്ടു, ഇയാളെന്താ വഴി അവർക്ക്. അങ്ങനെ ആ പെണ്ണ് പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ എല്ലാവർക്കും അറിയുന്നതല്ലേ. അവർ വന്നിട്ടൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ഞാനൊരു തോർത്തുമുണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടായിരുന്നു കുഴിയെടുക്കാനും വലിക്കാൻ നിന്ന്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ, കോളേജിൽ പോണ കൂട്ടുകാരൊക്കെ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ ഇതൊക്കെ കളഞ്ഞു. അവർ വന്നിട്ട് നീ എന്ത് ജോലി കിട്ടിയ? ഞാൻ ജോലി ഇവിടെ കുഴിയെടുക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഇത് ഞാൻ ടെലിഫോൺസാണ്. ഭാഗ്യവാനടാ, ഞങ്ങളൊക്കെ ഇനിയും പഠിച്ച് എപ്പോൾ ജോലി കിട്ടും, നിനക്ക് ഇപ്പോഴേ ജോലിയായില്ല. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ശരിയാണ്, ഞാനൊരു ജോലിക്കാരനാണല്ലോ, പിന്നെ എന്തിന് തലയെക്കെട്ട്? അന്നേ ആ തലയെക്കെട്ട് വലിയ ജോലി. അപ്പോൾ തലയെക്കെട്ടില്ലാത്ത സമയത്താണ് ആ പെൺകുട്ടി അശോകനെ എന്നെ കണ്ടത്. എന്തായിരുന്നു ആ പെൺകുട്ടിയെ കളിയാക്കിക്കൊണ്ടുള്ള പാട്ട്? ഇല്ല, അതേ പോണ് ആ പെണ്ണിൻ്റെ ഡ്രസ്സ് ഓർമ്മയുണ്ടോ അതൊക്കെ? പക്ഷേ ആ പെൺകുട്ടിയെ നന്നായിട്ട് ഓർക്കുന്നുണ്ടെന്ന് അശോകൻ പലയിടത്തും. എൻ്റെ സ്കൂളിലെ മിക്ക ഒരു 90% കുട്ടികളെ മാഷന്മാരും ടീച്ചർമാരും എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അത്രയ്ക്ക് ഓളിനോളായിരുന്നു ഞാൻ. പെൺകുട്ടികളെ പ്രത്യേകിച്ചും അങ്ങനെയൊന്നുമില്ല, പെൺകുട്ടികൾ ആൺകുട്ടികൾക്ക് എല്ലാം ഒന്നുപോലെയായിരുന്നു. മീൻ സ്നേഹിക്കുന്നത് അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ലവും കാര്യങ്ങളും സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സ്കൂളിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടി ഇഷ്ടമുണ്ടായിരുന്നു എന്നോട്. അത് ലവിലേക്കൊന്നും പോകാറായിട്ടില്ലായിരുന്നു, കാരണം അങ്ങനെയൊന്നും താല്പര്യമില്ല മനസ്സിൽ. ആരാ കുട്ടിക്ക് അശോകനോട് പ്രണയം ഉണ്ടായിരുന്നു? കുട്ടിക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു. ഒരു ഇഷ്ടം എനിക്കുണ്ടായിരുന്നു. ഒരു പ്രണയം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇഷ്ടം അത്രേ ഉള്ളൂ. പക്ഷേ ഇഷ്ടം പിന്നീട് അങ്ങോട്ട് ബലപ്പെട്ടില്ല. അല്ല, അങ്ങനെ ചിന്തിച്ചില്ല. അതിന് വേണ്ടി പോരാ. കാരണം വെച്ചാൽ ഇനി നമ്മൾ വീട്ടിൽ കിടക്കാൻ സ്ഥലമില്ല, ഇനിയിപ്പോൾ കെട്ടിച്ച് കൊണ്ടുവന്നാൽ മനസ്സിലല്ലേ. 9-2-11 ഓൾറെഡി ആയി ഉണ്ട്. പിന്നെ ഒരു വരാന്തയിൽ തന്നെ ഞാനും ചേട്ടനും കിടപ്പുണ്ട്. എൻ്റെ ഇളയ ചേട്ടൻ ഞാനും വരാന്തയില. ഒരാൾ വന്ന് വിളിക്കും, ആ കിടക്കാൻ നേരത്തുള്ള പ്രാർത്ഥന, ദൈവമേ വെളുപ്പിന് ആരും വന്ന് കയറല്ലേ വീട്ടിലേക്ക്. കാരണം വെച്ചാൽ അപ്പോൾ ഉണരേണ്ടി വരും, പിന്നെ അവർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്. അതെ, അശോകനെ കൊതുകൊന്നും കൊത്തിക്കൊണ്ട് പോയത് എന്തുകൊണ്ടാണ്? കൊതുകിനെ അറിയാം കുത്തിയിട്ട് കാര്യമില്ലെന്ന്. ഇമ്മ്യൂണായി അല്ലേ? എന്തോ ശരീരം ഇമ്മ്യൂണായിരുന്നു, കൊതുകടിയൊന്നും ഏക്കില്ലായിരുന്നു. ശീലിച്ചു പോയി. അത് ശീലിച്ചു പോയി. അശോകന്റെ രൂപപരിണാമത്തിന്റെ ഒരു തുടക്കം ഇതാ വരുന്നു. അശോകൻ ലാൽ നീലാല പച്ചനല്ലേ പച്ച എടാ പടക്കോടാ പടക്കം കിട്ടിയടാ അതെടുക്കണ്ടടാ പൊട്ടു പൊട്ടു അത് പിന്നെ അത് പൊട്ടണ പടക്കമല്ലേ ഇതൊന്നും പൊട്ടുവാടാ നീ മണത്ത് നോക്കിക്കടാ ഞാൻ മണക്കല്ല പൊട്ടിയാല പൊട്ടേന്നുള്ള നീ മണത്ത് നോക്കി വേണ്ട ഞാൻ മണക്കല്ല എന്നാ ഞാൻ മണത്ത് നോക്കാം പൊട്ടേന്നുള്ള സൈനുദ്ദീനിന്നില്ല. ഇല്ല, നിങ്ങളുടെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ അടുത്ത് ഒരു ചാനലിൽ ഞാനും സൈനുദ്ദീൻ്റെ മകനും ഒരേ വേദിയിൽ വന്നു. ഞാനും സിദ്ദിഖും. ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്, കാരണം അവനവിടെ കുറച്ച് സ്റ്റാർസിനെയൊക്കെ അനുകരിച്ചു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു, ഇനി ഇപ്പോൾ സിദ്ദിഖ് പറഞ്ഞു സൈനുദ്ദീനായിട്ട് വേദിയിൽ ഒരേ സമയം പങ്കിട്ടു. ഇപ്പോൾ സൈനുദ്ദീൻ്റെ മകനായിട്ട് വേദിയിൽ പങ്കിടാൻ പറ്റി. ഞാൻ എനിക്കിനി ഒരു ആഗ്രഹമുണ്ട്, ഇവൻ്റെ മകനുമായിട്ടൊന്ന് സ്റ്റേജിൽ ഒരു പ്രോഗ്രാം നടത്തണമെന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ പ്രായമാകുന്നില്ലല്ലോ അല്ലേ? ഇല്ല, അങ്ങനെ പരിപാടിയില്ല, പ്രായമാകുന്ന പരിപാടിയില്ല. ഇല്ല. അല്ല, അശോകന് ഒരു പ്രത്യേകിച്ച് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. അശോകൻ മിമിക്രി ചെയ്യുമ്പോഴുള്ള അശോകൻ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞ പോലെ ഹാൻഡ്സമൊക്കെ ആയി. പിന്നെ താടിയൊക്കെ നല്ല ട്രിം ചെയ്ത് ഏറെക്കുറെ ഫിഗറൊക്കെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബാക്കി വലിയൊരു മാറ്റമൊന്നും. ഗ്ലാമറാണല്ലേ? അതൊന്നും മാറ്റമില്ല. അത് ഓക്കെ അല്ലേ? ഒരു കഥാപാത്രം വരട്ടെ. നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഓർമ്മയുണ്ടോ? 1980 കാലഘട്ടങ്ങൾക്ക് മുൻപാണ്. കലൂർ സൗഹൃദയ വായനശാലയുടെ മത്സരങ്ങൾ. അന്ന് മോണാക്ടിൻ്റെയും മിമിക്രിയുടെയും മത്സരങ്ങൾ വരുമ്പോൾ നമ്മളാണ് രണ്ടുപേരും 1-2 സമ്മാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ടിരുന്നത്. പിന്നീട് അശോകൻ കലാഭവനിൽ വന്നു, പിന്നീട് മിമിക്സ് പരേഡിലെത്തി, പിന്നീട് ഹരിശ്രീ പോയി, അവിടെ നിന്നും അശോകൻ സിനിമയിലെത്തി. എനിക്ക് അശോകൻ എന്ന കലാകാരനോടുള്ള ഏറ്റവും വലിയ ബഹുമാനം അശോകൻ്റെ ടൈമിംഗ് ആണ്. എവിടെ നിന്നാണ് ഈ ടൈമിങ് കിട്ടിയത്? KS പ്രസാദ് ഒരുപാട് സ്നേഹിച്ച് കലഹിക്കുകയും ചെയ്തു ഇടയ്ക്കൊക്കെ അല്ലേ? അതൊക്കെ അത് നല്ല സ്നേഹമുള്ളവരുമായിട്ട് മാത്രമേ കലഹിക്കാൻ പറ്റുള്ളൂ. പ്രസാദ് എപ്പോഴും അശോകൻ്റെ ടൈമിങ്ങിനെ കുറിച്ചാണ്. മലബാറുകാർ ടൈമിംഗ് എന്നാണ് പറയുക. അതെ, ടൈമിംഗ് എങ്ങനെ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ
താളപ്പിഴകളിലൂടെ ലഭിച്ച ടൈമിംഗ് ആയിരിക്കും വേണ്ടി. അല്ല, നമ്മളിപ്പോൾ ജീവിതത്തിലെ ആദ്യകാലത്തെ തിക്താനുഭവങ്ങൾ നൽകിയിട്ടുള്ള ടൈമിംഗ് ആയിരിക്കും. അത് തന്നെയാണ്. കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു താളമാണല്ലോ. ആ താളത്തിൽ പോയില്ലെങ്കിലാണ് അത് തെറ്റുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിത അനുഭവത്തിൽ നിന്നും കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിൽ തന്നെ ഒരു താളമുണ്ട് ജീവിതത്തിൽ തന്നെ. ആ താളങ്ങളിൽ നിന്നും കിട്ടിയ, അല്ലെങ്കിൽ ആ ജീവിത അനുഭവത്തിൽ നിന്നും കിട്ടിയ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്, നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അതൊക്കെ പല സ്ഥലത്തും നമ്മളത് ഒരു പക്ഷേ അനുകരിക്കാൻ കഴിവുള്ളത് കൊണ്ടായിരിക്കാം അതിനെ അനുകരിച്ച് കാണിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. അത് വേദികളിലും സിനിമയിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ജീവിതത്തിലല്ലാതെ വേദികളിലും സിനിമകളിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാർവതി പരിണയം എന്ന് പറയുന്ന ഒരു സിനിമയാണ് എൻ്റെ ജീവിതത്തിൽ സിനിമയിലൊരു ബ്രേക്ക് അറ്റാക്കിയത്. ദിലീപിൻ്റെ റെക്കമെൻഡേഷനാണ് കൂടുതലും. അത് ഷിബു ചക്രവർത്തി ചേട്ടനാണ് അത് എൻ്റെ എഴുതിയിരുന്നത് സബ്ജക്റ്റൊക്കെ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഷിബേട്ടനായിട്ട് സംസാരിച്ചിരുന്നു. ഷിബേട്ടനായിട്ട് സംസാരിച്ചപ്പോൾ നല്ല വേഷം നീ വന്ന് ചെയ്യുമെന്ന് പറഞ്ഞ്, പിന്നെ ഞാൻ ഗുരുവായൂർ കൊക്കരക്കോ എന്നൊരു പടം ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഷൂട്ട്. അങ്ങനെ ദിലീപ് പറഞ്ഞ് ചേട്ടൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ദിലീപിൻ്റെ ഒരു നിർബന്ധം കാരണം പോയി ചെയ്തതാണ്. അവിടെ ചെന്നപ്പോൾ അത് വിശ്വമൻ ചേട്ടൻ പറഞ്ഞ് ഇതിങ്ങനെയാണ് എൻ്റെ ഒരു ക്യാരക്ടർ, ഒരു വിഷക്കാരനാണ്, 2-3 സീനുള്ളൂ എന്ന് പറഞ്ഞു. ചെയ്യാം. ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നു. മേക്കപ്പ് കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുമില്ല, അതിൻ്റെ അകത്തൊരു ഒരു അമ്മ എന്തെങ്കിലും തരണേ എന്നുള്ളൊരു ഡയലോഗാണത്. അപ്പോൾ ഞാൻ ശിവചേട്ടനോട് ചോദിച്ചു, ഞാൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ അതിലെന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വമൻ ചേട്ടനൊരു ഉണ്ടാക്കി കൂടെ. വിശ്വമൻ ചേട്ടൻ പറഞ്ഞു പക്ഷേ കറക്റ്റായിട്ട് അവിടെ വന്ന് ഡബ് ചെയ്ത് തന്നേക്കണം, കാരണം അതില്ലാത്തതാണ് കുറച്ച് സാധനങ്ങൾ, കുറച്ച് ഞാൻ പറഞ്ഞോട്ടെ എന്ന് വെച്ച്. ഷിബേട്ടൻ അത് കേട്ട് ഞാൻ പറഞ്ഞോടെ അത് നല്ല സാധനമാണെന്ന് പറഞ്ഞു. ഷിബുചേട്ടനത് ഓക്കെ പറഞ്ഞു. അതിൽ അമ്മ അമ്മ എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ പറയാത്തൊരു സംഭവമായിരുന്നു അവരോട്. അത് ടേക്കിൽ ഞാൻ അമ്മ 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 അമ്മോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് അന്ന് ആ പാട്ട് ഹിറ്റാണ്. പ്രഭുദേവ ഡാൻസ് ചെയ്തതിൻ്റെ പാട്ടാണ്. അത് ഹിറ്റായപ്പോൾ ഫസ്റ്റ് ടേക്കിൽ തന്നെ ഇത് വിശ്വംഭര ചേട്ടൻ ചിരിച്ചു. ക്യാമറമാൻ ഷെയ്ക്കായി. ആനചേരനാണ്, ഈസ്റ്റ്വൻ ആനചേരനാണ് പ്രൊഡ്യൂസർ. പുള്ളി കസേരന്ന് വീണു, മനസ്സിലായില്ലേ? അവന് ഒരു കയ്യടി ഉണ്ടായി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ പഞ്ചാബി ഹൗസിൽ സരിത വിളിച്ച് പറഞ്ഞ ഒരു അതുപോലൊരു സംഭവമായിരുന്നു. എനിക്കവിടെ ഭയങ്കര ഞാനങ്ങോട്ട് ഒന്ന് പെട്ടെന്നൊരു എനർജി കൂടി എനിക്ക്. നമുക്കൊന്നുകൂടി എടുക്കാൻ തോന്നി. പിന്നെ അതൊന്നുകൂടി ഇങ്ങനെ പൊലിപ്പിച്ച് അത് 3 സീനായിരുന്നത് പിന്നീട് അത് 9 സീനായി. ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് കുറച്ച് ചേട്ടൻ ശിവേട്ടൻ അത് ഡെവലപ്പ് ചെയ്ത് ക്ലൈമാക്സ് വരെ കൊണ്ടുവന്നു ആ ക്യാരക്ടറെ. അങ്ങനെ അതാണ് ഒരു ബ്രേക്ക് കിട്ടിയത് എനിക്ക് പടത്തിൽ. പിക്കാസിൽ നിന്ന് നാടകത്തിലേക്ക്. നാടകത്തിൽ ആരാണ്? കൂലഞ്ചേട്ടൻ്റെ കൂടെ, കൂലഞ്ചേട്ടൻ കൊച്ചി നാടകവേദി. ആ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ആദ്യമായിട്ട് പ്രൊഫഷണൽ ട്രൂപ്പിൽ പോകുന്നത് ആ ട്രൂപ്പിലാണ്. കൂലഞ്ചേട്ടന് നാടകവേദിയിൽ നിന്ന് കുറച്ച് ശമ്പളം കൂടുതൽ കിട്ടിയപ്പം വേറെ നാടകവേദി മാറിയല്ലോ? അല്ലല്ല, അതല്ല കാരണം. കൂലഞ്ചേട്ടൻ്റെ ട്രൂപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറെ ട്രൂപ്പിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് കുറേ പേര് അങ്ങോട്ട് മാറുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ കുറേ കൊല്ലമായിട്ട് ബടൻ തന്നെയാണ്. ഇത് കുന്തം പിടിച്ച് അത്ര കാലം. അപ്പോൾ എനിക്കൊരു വേറെ വേഷം കിട്ടുമ്പോൾ ഞാൻ പോകണ്ടേ? വേറെ ഒരു വേഷമില്ല, അല്ല വേറെ സെറ്റ് കിട്ടണം, ബടനായിട്ട് നിൽക്കാൻ വേണം. ബടൻ മാത്രമായതുകൊണ്ടാണ് പെങ്ങളുടെ കല്യാണത്തിന് പോലും അശോകൻ പങ്കെടുക്കായിരുന്നല്ലേ? പങ്കെടുത്തു, കല്യാണത്തിന് പങ്കെടുത്തു, മുങ്ങി. ഈ നാടകത്തിൻ്റെ റിഹേഴ്സൽ, ഫൈനൽ റിഹേഴ്സൽ മാസ് ഹോട്ടലിൽ നടക്കുകയാണ്. അവിടെയാണ് പെങ്ങളുടെ കല്യാണം നടക്കേണ്ടത് പിറ്റേ ദിവസം. ഇവിടെ ഇന്ന് ഫൈനൽ റിഹേഴ്സൽ, നാളെ കല്യാണം. എനിക്കറിയാം ഞാൻ ചെയ്യണ വേഷം എന്താണെന്ന്. ഒരു ബടനായിട്ട് നിൽക്കുക, സെറ്റ് കിട്ടുക. അപ്പോൾ അവിടെ ലൈറ്റ് വർക്കണ ആൻ്റപ്പ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ആൻ്റപ്പ ചേട്ടാ ഞാൻ ഒന്ന് മുങ്ങുകയാണ്. എൻ്റെ വീട്ടുകാരൊക്കെ ഓൾറെഡി നാടകം കാണാതിരിക്കുകയാണ് ഫൈനൽ റിഹേഴ്സൽ. തീർന്നു കണ്ടാ ഇതാണ് നിൻ്റെ വേഷം എന്ന് ചോദിക്കും അവർ. അപ്പോൾ നാടകം റിഹേഴ്സൽ കഴിഞ്ഞ് ഫൈനൽ റിഹേഴ്സൽ കഴിഞ്ഞ് അവർ പോയി. അന്ന് രാത്രി കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ കുരുഞ്ചേട്ടനെ ചോദിച്ചു, നീ എവിടെ പോയി ചേട്ടാ? എന്നെ വഴക്ക് പറഞ്ഞു. അപ്പോൾ വീട്ടുകാരൻ ചോദിച്ചു, നീ കണ്ടില്ലല്ലോ? ഞാൻ അങ്ങോട്ട് പോയച്ചല്ല. പിന്നെ ആര് ചെയ്ത വേഷം അത് ഡ്യൂപ്പിട്ടിട്ട് ചിലപ്പോൾ ചെയ്തിട്ട് ആരെ ചെയ്തെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അന്ന് നമുക്ക് ചെറിയ ചെറിയ വേഷങ്ങളാണ് കിട്ടിയിരുന്നത്. ആ സമയത്ത് തന്നെയാണ് അവിടെ കൂലഞ്ചേരൻ്റെ അടുത്ത് ഈ MM ലോറൻസ് സാറിൻ്റെ MM മാത്യു സാറ് മത്സരിക്കുമ്പോൾ അതിൻ്റെ അവസാനം ഇലക്ഷൻ്റെ അവസാനം സമ്മേളനത്തിന് അവരുടെ ഒരു നാടകം വേണമെന്ന് പറഞ്ഞു, കോമഡി നാടകം. അപ്പോൾ കൂലഞ്ചേരൻ എന്നെ വിളിച്ചില്ല, എടാ കോമഡി നാടകം എവിടെയെങ്കിലും കിട്ടും, സംഘടിപ്പിക്കാം. ML അഗസ്റ്റിൻ എന്ന് പറയുന്നൊരു നടനുണ്ട്, മരിച്ചുപോയി പുള്ളി. ഉഗ്രൻ ഗംഭീര നാടക ആർട്ടിസ്റ്റാണ് പുള്ളി. ഹജ്ജ് പിന്നെ സിനിമ ഇപ്പോൾ എന്ന് പറഞ്ഞൊരു നാടകമുണ്ട്. അതായത് ഹജ്ജിന് പോകാൻ പറ്റിയ പൈസ കൊണ്ട് വേറെ ആളുടെ പ്രേരണ കൊണ്ട് സിനിമ പിടിക്കുന്നതാണ്. മെയിൻ ക്യാരക്ടർ ML അഗസ്റ്റിനാണ്. സിനിമ പിടിക്കണ ഇക്കായിട്ട് പ്രായമുള്ള ക്യാരക്ടർ, ഭയങ്കര വയസ്സൻ. കുഞ്ഞായ്മതയെന്ന് വിളിക്കുമ്പോൾ ഞാൻ ഓടി വരണം. എവിടെ ഷീല എന്ന നടിയുടെ പേര്. ഷീല വന്നാ ഇല്ല, വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ എൻ്റെ ഇടയ്ക്ക് ഓടി വരുന്ന ക്യാരക്ടർ. നാടകത്തിൻ്റെ അന്ന് ML അഗസ്റ്റിൻ വന്നില്ല.
അപ്പം ഞാൻ പതുക്കെ ചെന്നിട്ട് അന്ന് താടിയൊന്നുമില്ല എനിക്ക്. ഞാനങ്ങനെ കുലഞ്ചേട്ടനോട് കുലഞ്ചേട്ടാ നമുക്ക് ആ വേഷം ഞാൻ ചെയ്യട്ടെ. ഒന്ന് പോടാ, എടുത്താ പൊങ്ങാത്ത വേഷം നീ എങ്ങനെ ചെയ്യാനാണ്, കൊതിയാണെന്ന് നമുക്ക് ചെയ്യാനായിട്ട്. ഞാൻ ചെയ്യാം, നീ പ്രതിരി. പിന്നെ 4 വഴിക്ക് ആൾ പോയൊക്കെ അന്വേഷിച്ചിട്ട് വന്നവരെ പോയവരൊക്കെ തിരിച്ചു വന്നിട്ട് കണ്ടില്ലെന്ന്. അവസാനം പല പ്രാവശ്യമായിട്ട് ഞാൻ ചോദിച്ചിട്ടിരുന്ന് വേണ്ടാന്ന് പറഞ്ഞ് കുലഞ്ചേട്ടൻ പറഞ്ഞ് ആ താടി എടുത്ത് അവൻ്റെ മുഖത്ത് ഒട്ടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വയസ്സിൻ്റെ താടി ഭയങ്കര ഏജായിട്ടൊരു ക്യാരക്ടർ, ആ ക്യാരക്ടർ ഞാൻ ചെയ്തു. അതോടെ കുലഞ്ചേൻ്റെ നാടക ട്രൂപ്പിലും ആ പരിസരത്തും എനിക്ക് ഭയങ്കര ഒരു ഇമേജ് ഉണ്ടാകണേ പേരായി. നാടകത്തിൽ ഈ പറഞ്ഞ സിനിമയിൽ കിട്ടിയ ഈ ഇമേജായി പിശക്കാരൻ്റെ വേഷം പോലെ അവിടെ നിന്ന് ഞാൻ പിന്നീട് വേറൊരു വേഷത്തിലേക്ക് മാറുകയാണ്. ആബേലച്ചൻ്റെ കൂടെ പോകുന്നു, അവിടെ ചെറിയ വഴക്കും തല്ലും ഉണ്ടാക്കുന്നു. ആര്? അശോകൻ ഉണ്ടാക്കിയില്ല. പിന്നെ അത് അല്ലെങ്കിൽ കേൾക്കുന്നവർ വിചാരിക്കും ഞാൻ തല്ലും ഉണ്ടാക്കുന്നു. അശോകനൊരു സമാധാന പ്രിയൻ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രേക്ഷകരൊന്നും തെറ്റിദ്ധരിക്കരുത്, പിള്ളേർ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ന്യായം പറയാൻ വേണ്ടി അശോകനോട് എത്തും. അതെത്തും. അതാണ് അശോകൻ്റെ പ്രത്യേകത. അതെ അതെ. അത് ആര് വഴക്കുണ്ടാക്കിയാലും ശരിയാണ്, നമുക്കവിടെ ഇടപെടാൻ പറ്റുന്നതാണോ എന്ന് തോന്നിയാൽ ഞാൻ അവിടെ ഇടപെടും. പക്ഷെ ആബേലച്ചനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിച്ച ഒരു പാരമ്പര്യമുള്ള അപൂർവം കലാകാരന്മാരിൽ ഒരാളാണ് ഈ ഹരിശ്രീ അശോകൻ. ഞാൻ കയറ്റിയതല്ല, അതൊക്കെ നിമിത്തം. നേരത്തെ പറഞ്ഞു നിമിത്തം എന്ന് പറഞ്ഞില്ലേ, കയറ്റിയതല്ല, കയറ്റിച്ചത്. കയറിയതാ, ഞാൻ കയറ്റിയതല്ല. അയ്യോ, സത്യം ഇതാണ്. അതിൻ്റെ അത് ഈ കലാഭവനിൽ നിൽക്കുന്ന സമയത്ത് സിദ്ദിഖില്ലാതെ അതിന് പകരമാണ് ഗാനമേളയുടെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന എന്നെ മിമിക്സ് പരേഡിലേക്ക് കയറ്റുന്നത്. മിമിക്സ് പരേഡിൽ വന്നു കഴിഞ്ഞപ്പോൾ അന്നും സിദ്ദിഖ് പറയുന്നുണ്ട് സിദ്ദിഖിന് പകരം എടുക്കാൻ ഒരേ ഒരു ആർട്ടിസ്റ്റ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അശോകനാണ്. എന്നിട്ട് പോലും എന്നെ എടുത്തില്ല. ഞാൻ ഗാനമേളയുടെ ഇൻ്റർവ്യൂവിൽ എന്നെ മിമിക്രി ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം 2-3 നേരം വേറെ എടുത്തതിന് ശേഷമാണ് എന്നെ എടുക്കുന്നത്. ഞാൻ വന്നതിന് ശേഷം ആണ് ഈ കലാഭവൻ ട്രൂപ്പ് അമേരിക്കയിൽ പോകുന്നത്. അമേരിക്കയിൽ പോകുന്ന സമയത്ത് ഗാനമേളയുടെ ഇൻ്റർവെല്ലിൽ മിമിക്രി പറഞ്ഞുകൊണ്ടിരുന്ന ഞാനും സുദർശനുമാണ് അമേരിക്കയ്ക്ക് പോകേണ്ടത് ഗാനമേളയുടെ കൂടെ. അതിന് പകരം വേറെ 2 പേര് പരേഡിൽ നിന്ന് പോവുകയാണ്. പോയപ്പോഴാണ് ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായി. അങ്ങനെ ഞാൻ, ലാല്, റഹ്മാൻ, സൈനുദ്ദീൻ, നമ്മൾ അത്രയും പേര് കൂടി നമുക്ക് ഹരിശ്രീയിലേക്ക് പോകാം. അങ്ങനെ ഹരിശ്രീ പോയി പറഞ്ഞപ്പോൾ അവർ അന്നത്തേക്കാൾ കൂടുതൽ ശമ്പളം തരാമെന്ന് പറഞ്ഞു, കലാഭവനേക്കാൾ കൂടുതൽ ശമ്പളം. അതൊക്കെ മോഹിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ കലാഭവനിൽ ഇതറിഞ്ഞു ഇങ്ങനെയാണ്. അന്ന് അതെന്തൊക്കെയാണ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ വരാമെന്ന് പറഞ്ഞിരുന്ന അവരൊക്കെ അവസാനം വന്നില്ല. അങ്ങനെ ആ സമയത്ത് അതിൽ നിന്ന് ആരൊക്കെ പ്രശ്നക്കാരാണെന്ന് പറഞ്ഞാൽ 1-2 പേരെ കളയാനുള്ളത് തോന്നുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്രയും ടീം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് വേറെ ആളും മാറിക്കഴിഞ്ഞാൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ടീം നല്ല കറക്റ്റായിട്ട് ഒത്തു കിടക്കുകയാണത്. ഇത് വേറൊരാളൊന്ന് പഠിപ്പിച്ചൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ പറഞ്ഞ കലാഭവൻ്റെ പല ഐറ്റംസും നിങ്ങൾ മോഷ്ടിക്കുന്നു, CD ചേർക്കുന്നു, CD ഇറക്കണമെന്നു അച്ഛൻ കേസ് കൊടുക്കുന്നു, അശോകനെ വിളിക്കുന്നു, കോംപ്രമൈസ് ആക്കുന്നു, വീണ്ടും അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിക്കുന്നു. വീണ്ടും എന്ന് പറയാൻ അതിന് മുമ്പ് 2 വട്ടം കയറ്റി. അതിന് 2 വട്ടം കയറി. ഒരു പ്രാവശ്യം കയറ്റി, വാക്ക് പറഞ്ഞ് ധാരണയായി, പിന്നീട് ആ വാക്ക് ലംഘിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, അതല്ല. കാസറ്റ് ചെയ്യുന്നത് ഹരിശ്രീയിലേക്ക് പോകുന്നതിന് മുമ്പ് കലാഭവനിലൊരു കാസറ്റ് ചെയ്യുന്നു നമ്മൾ. അപ്പോൾ അതിന് എനിക്ക് 2000 രൂപയാണ് അന്ന് റെമ്യൂണറേഷൻ തന്നത്. അന്ന് ഞാൻ എൻ്റെ ഒരു ഐറ്റം ഉണ്ട്, ഒരു മൂന്നാൻ്റെ ഒരു ഐറ്റം, പെണ്ണ് കാണാൻ പോകുന്ന ഒരു ഐറ്റം ഉണ്ട്. പിന്നെ പപ്പുവിൻ്റെ ശബ്ദം, ഊരട്ടൻ പപ്പുവിൻ്റെ ശബ്ദം, അങ്ങനെ കുറേ ശബ്ദങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഹരിശ്രീയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ചു എന്നെ. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാനിങ്ങനെ അതിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റിനെ കളഞ്ഞിട്ട്, അതെ ഞാൻ തെറ്റുകാരല്ലാത്ത ഒരു ആർട്ടിസ്റ്റിനെ കളഞ്ഞാൽ എനിക്കത് യോജിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനും ഇല്ല അച്ഛന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്താ അച്ഛൻ പറഞ്ഞു അന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യും പോലീസിൽ. അപ്പോൾ അന്ന് അച്ഛൻ കംപ്ലയിൻറ്റ് ചെയ്യും, അല്ല ഞാൻ എന്ത് ചെയ്യാനാണെന്ന് വെച്ചു. അപ്പം തന്നെ ഞാൻ പോലീസ് സ്റ്റേഷൻ കയറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ കയറേണ്ടി വന്നാൽ ഇപ്പോൾ അച്ഛനും കയറേണ്ടി വരും. അങ്ങനെ പറഞ്ഞു അച്ഛൻ. അല്ല, ഒരാൾ മാത്രം കയറിയിട്ട് കാര്യം നടക്കില്ലല്ലോ. അങ്ങനെ കയറേണ്ടി വന്നാൽ അച്ഛനും കയറേണ്ടി വരും. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. ഞാൻ കയറ്റുമെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഞാൻ കയറേണ്ടി വന്നു. അശോകൻ കയറി, അച്ഛനും കയറി. കാരണം അതിൻ്റെ അകത്ത് തന്നെ വിഷമം തോന്നാൻ ഒരു കാരണം അറിയാമോ? അത് ഞാൻ പറയുകയാണ് ഇവിടെ. അച്ഛൻ കംപ്ലയിൻറ്റ് കൊടുത്തതിൽ 10,000 രൂപ ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു എന്ന് പറഞ്ഞൊരു കംപ്ലയിൻറ്റ് കൊടുത്തു. അതൊരിക്കലും ഈശ്വരനോട് പോലും മറക്കാൻ പാടില്ല. അച്ഛനൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതിൻ്റെ മുകളിലൊരു ഈശ്വരനുണ്ട്, അച്ഛൻ്റെ മേളിൽ. ആ ഈശ്വരൻ കേൾക്കുന്നുണ്ടത്. കാരണം ഞാൻ 10 പൈസ പോലും അവിടെ നിന്ന് അഡ്വാൻസ് മേടിച്ചില്ല. ഞാൻ മിമിക്രി ചെയ്ത ഒരു കാസറ്റ് 2000 രൂപ വാങ്ങിച്ചു. എന്തായിരുന്നു അശോകൻ്റെ സ്ഥിരം നമ്പറുകൾ? അല്ല, അന്ന് കാസറ്റിൽ വന്നത് ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു മൂന്നാൻ പെണ്ണാണാൻ പോകുന്നു, പിന്നെ പപ്പുവിൻ്റെ ശബ്ദം, പിന്നെ കുറച്ച് സൗണ്ട് എഫക്ട്സ്. ഈ ശബ്ദങ്ങളൊക്കെ ഇപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യുമോ? ഇപ്പം ഇല്ല. നമ്മളെന്താ ശബ്ദം അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു നന്നായി ട്രെയിനിങ് വേണം. നല്ല ട്രെയിനിങ് തന്നെയാണ്. കുറേ കാലമായിട്ട് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. അല്ല, അങ്ങനെ ശബ്ദം അനുകരിക്കുന്ന ഞാൻ ട്രെയിൻ ചെയ്യാറില്ല.
ഇപ്പോൾ ഞാൻ അശോകനോട് ചോദിക്കാം, അശോക പഴയ കാലത്തിലേക്കൊന്ന് ഊളിയിടാൻ വേണ്ടിയിട്ട് ഒരു ശബ്ദം ഒന്നും അനുകരിക്കും? ഒന്നും നിവൃത്തിയില്ല. ഇല്ല, അത് വരും, അത് ശരിയാവില്ല. എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ചെയ്യുമ്പോൾ മിമിക്രിയിൽ എന്തെങ്കിലും ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ചെയ്യുമ്പോൾ അത് പെർഫെക്ഷൻ ഉണ്ടാവണമെന്ന്. മാതൃകയായിട്ട് ഞാൻ ഇതിൽ മിമിക്രി കാണുന്ന സിദ്ദിഖാണ്. കാരണം മനസ്സിലിപ്പോഴും എൻ്റെ മനസ്സിൽ സ്റ്റേജ് ആണെങ്കിലും സിനിമയാണെങ്കിലും അദ്ദേഹം കലയെ ഒരുപോലെ കാണുന്ന ഒരാളാണ് സിദ്ദിഖ്. കാരണം വെച്ചാൽ അന്നും നമ്മൾ സ്റ്റേജിൻ്റെ പുറകിൽ നിന്നിട്ട് സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രോഗ്രാം നടന്നിരിക്കുമ്പോൾ സ്റ്റേജിൻ്റെ പുറകിലാണെങ്കിൽ സമയത്ത് കയറിയില്ലെങ്കിൽ പുള്ളി അപ്പോൾ കിടന്ന് ബഹളം ഉണ്ടാക്കും. സിദ്ദിഖ് അതിങ്ങനെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തൊക്കെ പരിപാടി തീരുന്നു. അത് കണ്ടാണ് ഞാനും. അപ്പോൾ അത് ആ ഒരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നു അന്ന് തുടങ്ങി. ആ പെർഫെക്ഷൻ, ഒരു ടൈമിങ്ങും അതിൻ്റെ ഒരു പെർഫെക്ഷൻ എല്ലാം ചെയ്യില്ല ഞാൻ അന്നും ഇന്നും. സിദ്ദിഖിനെ നമുക്ക് കൊണ്ടുവരാം. ഹലോ അശോകൻ, കലാഭവൻ്റെയും പിന്നീട് ഹരിശ്രീയുടെയും മിമിക്രി വേദികളിൽ തുടങ്ങി, പിന്നെ പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ, ഗോഡ് ഫാദർ, അവിടെ നിന്നിങ്ങോട്ടുള്ള സിനിമ കാലഘട്ടം, ഏറ്റവും ഒടുവിൽ ബോഡി ഗാർഡ് വരെ, ക്രോണിക് ബാച്ചിലർ, ബോഡി ഗാർഡ് വരെയുള്ള സിനിമകൾ. ആ കാലഘട്ടവും ഈ കാലഘട്ടവും നമ്മൾ ചിന്തിക്കുമ്പോൾ സ്റ്റേജിൻ്റെ കാലഘട്ടം ഭയങ്കര രസമായിരുന്നു. അതൊക്കെ നമ്മളിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. സ്റ്റേജിൽ നമ്മൾ വണ്ടിയിൽ പോകുന്നതും എല്ലാവരും കൂടി ഉണ്ടാക്കുന്ന തമാശകളും ഒക്കെ. പക്ഷേ എനിക്കിപ്പോൾ അശോകനോട് അസൂയ തോന്നുന്നത്, അശോകൻ വീണ്ടും സ്റ്റേജ് പ്രോഗ്രാം അവതരിപ്പിക്കാൻ തുടങ്ങിയെന്ന് പറയുന്ന കാര്യത്തിലാണ്. അത് ഒരു വലിയ കാര്യമാണ്. സിദ്ദിഖിന് സ്റ്റേജിനോടുള്ള ഭ്രമം കുറഞ്ഞിട്ടില്ല. അത് സ്റ്റേജിനോടുള്ള ഭ്രമം എന്നല്ല, കലയെ സ്നേഹിക്കുന്നത് കൊണ്ടാണത്. ഇതിപ്പോൾ സ്റ്റേജ് അല്ലെങ്കിൽ ഈ സമയം സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ കാശിനോടുള്ള ഭ്രമം അല്ലാതെ ഒരുപാട് പൈസ ഉണ്ടാക്കാം. പക്ഷേ അത് ഈ കല എന്ന് പറഞ്ഞത് എല്ലാത്തിനും ഉണ്ട്. ഇപ്പോൾ പറഞ്ഞില്ലേ, തെങ്ങ് കയറുന്നവൻ തെങ്ങിന് മാത്രം കയറിയാൽ പോലെ അവന് കവുങ്ങിനും കയറാമല്ലോ. അത് അവൻ്റെ ഇഷ്ടമാണ്, കയറ്റം പഠിച്ചവൻ അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കല എന്ന് പറയുന്നത് നമ്മുടെ അവിഭാജ്യ ഘടകമാണ് ജീവിതത്തിൻ്റെ. എന്നെ സംബന്ധിച്ചിട്ട് അതിൽ ഞാൻ കുറേയൊക്കെ ഞാൻ അനുകരിക്കുന്നുണ്ട് സിദ്ദിഖിനെ പോലെ ഒരു പെർഫെക്ഷനിസ്റ്റ്. സിദ്ദിഖ് പക്ഷേ അല്പം ഡിസിപ്ലിനറിയാണ്, നല്ല ഡിസിപ്ലിനാണ് പല കാര്യങ്ങളും. എനിക്ക് അതിൽ അങ്ങനെ ആകാൻ പറ്റണില്ല, അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ. അതുപോലൊരു ചിട്ടയില്ല. അല്ല, ഉണ്ട്, എങ്കിൽ തന്നെയും ചില സമയത്ത് പാളിപ്പോകും. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നൊരു പാമ്പിനെ പിടിച്ചിട്ട് പലയിടത്തും കാണിച്ച ആൾക്കാരെ പേടിപ്പിച്ചതായിട്ടുള്ള ആളിനോട് പറഞ്ഞു. ഞാൻ പേടിപ്പിച്ചല്ല, അത് പിന്നെ എൻ്റെ കയ്യിലുണ്ട്, ഭയങ്കര റിയലായിട്ട് തോന്നുമായിരുന്നു അക്കാലഘട്ടത്തിൽ. ഇപ്പം അത് അതിനേക്കാൾ ഭയങ്കര നാച്ചുറലായിട്ട് സംഭവങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അന്ന് വധു ഡോക്ടറാണെന്ന് തന്നെ പടത്തിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ജയറാമാണ് നായകൻ, കെ ഹരിദാസിൻ്റെ പടം. അപ്പം അതിലൊരു പാമ്പാട്ടിയാണ്. പാമ്പിനെയൊക്കെ ഭയങ്കര പേടിയെടുക്കാനായിട്ട് ഞാൻ അങ്ങനെ ഈ പാമ്പിനെ കൊണ്ട് പോയി. അന്ന് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ ലാൽ ജോസ് അന്ന് അസോസിയേറ്റ് ആയിരുന്നു. ലാൽ ജോസിനോട് ഞാൻ പറഞ്ഞു, ലാലു ഈ ഒരു പാമ്പ് ഞാൻ കൊണ്ടുവന്നിട്ട് ഇത് എടുത്താൽ മതിയാ, മറ്റൊന്ന് എടുപ്പിക്കും, പേടി കാട്ടാന്ന്. അത് കുഴപ്പമില്ല കേട്ടോ, എടുക്കണ ഒരു സീനൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഓ സമാധാനം. അങ്ങനെ പിന്നെ രംഗത്ത് കാണിക്കാമല്ലോ. ഞാൻ ജയറാം ഇത് ഗൾഫിൽ നിന്ന് പറഞ്ഞു, അയ്യോടോ ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. ജയറാം വരെ ഉമ്മ അവിടെ ഇരുന്ന് വെച്ച് സ്റ്റിൽ ഫോട്ടോഗ്രാഫറിൻ്റെ മെതെങ്കിലും ഇട്ട് ഇയാൾ ക്യാമറയൊക്കെ ഇട്ട് ഓടി, ലെൻസൊക്കെ താഴെ വീണു. പക്ഷെ ഒന്നും പറ്റിയില്ല. ലളിത ചേച്ചിയുടെ മേത്തേക്ക് ഇട്ടു. ചേച്ചി ജയറാം ആയതുകൊണ്ടാണ്, വേറെ ആരെങ്കിലും. ലളിത ചേച്ചി ഓടി. ലളിത ചേച്ചി പിന്നെ രണ്ടാമത് ലളിത ചേച്ചിയുടെ ചേച്ചി അത്ര പേടിക്കുമെന്ന് ജയറാം വിചാരിച്ചില്ല. ഇത് തമാശ അല്ലേ? ചേച്ചി പറഞ്ഞു വേറെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ അടിച്ചേനെ, കാരണം അത്ര റിയലാണ്. അത് ജയറാമിന് മാത്രം അവിടെ ചെയ്യാൻ പറ്റില്ല, കാരണം ജയറാം ഹീറോ ആയിട്ട് നിൽക്കുന്ന അത്രയും അടുപ്പൊക്കെ ഉള്ളതുകൊണ്ട്. വേറെ ആരെങ്കിലും പിന്നെ അന്നേ ഞാൻ സിനിമയിൽ നിന്ന് പുറത്താ കയറിയിട്ടില്ല, കയറുമ്പോൾ തന്നെ പുറത്തേക്ക് പോകുന്നത്. സിനിമയിലൊരു ബ്രേക്ക് ഇപ്പം സിദ്ദിഖ് തന്നെ പറഞ്ഞു, പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ തുടങ്ങിയത് അവിടെയാണ്. ഒരുപക്ഷെ ഈ മിമിക്രി രംഗത്ത് വന്നപ്പോൾ ഹരിശ്രീ സിനിമയായിരിക്കും അടുത്ത ടാർഗറ്റ് അല്ലേ? മറ്റുള്ള ഒരുപാട് ആൾക്കാർ സിനിമയിലേക്ക് കയറിയപ്പോൾ അങ്ങനെയല്ല. അങ്ങനെയല്ല, അതെന്നൊരു തോന്നൽ വരുന്നത് പിന്നീടാണ്. അത്രയും പേര് സിനിമയിലേക്ക് കയറി, മിമിക്രിയിൽ നിന്നും ജയറാമും അൻസാർ, പിന്നെ റഹ്മാൻ, അങ്ങനെ എല്ലാവരും, എൻ എഫ് ഫറീസ്, എല്ലാവരും സിനിമയിൽ കയറിയപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല. ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ, പിന്നെ അങ്ങനെ 3-4 പടങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോഴും എല്ലാ ഒരു ടെലിഫിലിം ഉണ്ടായിരുന്നില്ലേ? അത് പാവം പോക്കുട്ടി ഫസ്റ്റ് ചെയ്യുന്ന ഒരു ടെലിഫിലിം. അത് കാളിദാസ ബാനറിലാണ്, രാജേന്ദ്രനാണ് അത് ഡയറക്റ്റ് ചെയ്യണത്. വരട്ടെ രാജേന്ദ്രനെ കൊണ്ടുവന്നില്ലാന്ന് പരാതി വേണ്ട. എനിക്ക് തോന്നുന്നു അശോകൻ അഭിനയിച്ച സിനിമകളിനേക്കാളെല്ലാം വെച്ച് വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് പാവം പോക്കുട്ടിയിലെ പ്രധാന ക്യാരക്ടർ ചെയ്തത്. അത് ഒരു ഹ്യൂമറിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ തന്നെയും ഒരു
വളരെ പരിചയസമ്പന്നനായ ഒരു നടന് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഒരുപക്ഷെ സിനിമയിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ് ഇതായിരുന്നു. വേണമെങ്കിൽ സിനിമയ്ക്ക് മിമിക്രിക്ക് ഇടയിലുള്ള ഒരു പാലമാണത്. അത് ഈ പറഞ്ഞില്ലേ, അഭിനയിക്കാൻ കൊതിച്ച് കിടക്കുന്ന സമയത്ത് അനുഗ്രഹിച്ച് കിട്ടിയൊരു വേഷമാണ്. അതിൻ്റെ കഥ ഉണ്ടാകുന്നത് തന്നെ ഞാൻ ഒരിക്കൽ ഒരു പ്രോഗ്രാമിന് ട്രിവാൻഡ്രത്ത് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ബസ്സിൽ വരികയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തിക്കുറിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ ബസ്സിലിരുന്ന് അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കയറിയിട്ട് എറണാകുളത്ത് നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടാക്കിയൊരു കഥയാണത്. ഓ, അത് ശരി. ഞാൻ ഉണ്ടാക്കിയ കഥയാണ്. അതിൻ്റെ ഒരു ഓൺലൈനും എൻ്റെ തന്നെയാണ്. പിന്നെ തിരക്കഥ സംഭാഷണം എഴുതിയതും ഒരു രമേശും പിന്നെ മുകേഷിന് തന്നെ ഒരു കസിനുണ്ട്, പുള്ളിയും കൂടിയിട്ടാണ് ഞങ്ങൾ മൂന്നുപേരും കൂടി തിരക്കഥ എഴുതിയതും. ഒരു കുടയും കൊണ്ട് നടക്കുന്ന ഒരു പാവം പോക്കുട്ടി എന്ന് തന്നെ ഒരാളാണ്. അയാൾക്ക് ഈ കുട വരുത്തി വെക്കുന്ന പ്രശ്നങ്ങളാണ്. ഇയാളുടെ ബാപ്പ മയ്യത്തായപ്പോൾ ബാപ്പാക്ക് കൊടുത്ത കുടയാണ്. ബാപ്പ മയ്യത്തായപ്പോൾ അത് പോക്കുട്ടിക്ക് കൊടുത്തു. പോക്കുട്ടി ഇതുമായിട്ട് നടന്നിട്ട് ഈ കുട എവിടെയെങ്കിലും വെച്ച് മറന്നു പോകും. അങ്ങനെ പല സ്ഥലത്തും ഈ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കുട അവിടെ ഒന്ന് കിട്ടുകയാണ്. സിനിമയിലേക്കുള്ള അശോകൻ്റെ ചുവടുവെപ്പ് അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരുപാട് ഇപ്പം പപ്പൻ പ്രിയപ്പെട്ട പപ്പനാണെങ്കിൽ പോലും അത് അത്ര ശ്രദ്ധിച്ചില്ല സിനിമ. അത് ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് പിടികിട്ടാത്തൊരു സബ്ജക്റ്റായിരുന്നു. കാരണം അതൊരു ഫാൻറ്റസി ആയിരുന്നു. കുറച്ച് മുമ്പേ പോയി. അതെ, കുറച്ച് മുമ്പേ പോയി. പക്ഷെ അതിന് ശേഷമുള്ള സിനിമകളിലേക്ക് അശോകനെ കാസ്റ്റ് ചെയ്തപ്പോഴാണ് അശോകൻ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി. ചെറിയ കയറ്റമല്ല, നന്നായിട്ടും കയറി. അശോകൻ ഫേമസ് ആകുന്ന അവിടെയാണ്. അശോകൻ്റെ ഒരു നാമം കോളാമ്പി എന്നൊക്കെ മാറി. പിന്നെ കോളേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിള്ളേർ കോളാമ്പി എന്ന് വിളിക്കാറുണ്ട്. പെൺകുട്ടികളൊക്കെ അശോകനെ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങി. അങ്ങനെയല്ല, എല്ലാവരും എനിക്ക് ചെയ്തു. ചില കുട്ടികൾ കാണണമെന്ന് ആഗ്രഹിച്ചു. ഏതോ പരിപാടിക്ക് പോയപ്പോൾ അശോകനെ വീട്ടിലേക്ക് വിളിച്ചു. ആ കാരണവർ ഓടിച്ചു വിട്ടു എന്നൊക്കെ എന്നോട് ഒരാൾ പറഞ്ഞു. അത് കായംകുളത്ത് കൊട്ടാരക്കര ഇതുപോലെ ഒരു പള്ളിയിൽ പരിപാടിക്ക് ചെന്നിരിക്കുന്ന. അപ്പോൾ പരിപാടിക്ക് ചെന്നപ്പോൾ ഗോഡ് ഫാദർ ഇറങ്ങിയിരിക്കുന്ന സമയം അവിടുന്ന് ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ അശോകൻ ചേട്ടാ, എനിക്ക് എൻ്റെ വീട് ഇത് അടുത്താണ്, ഒന്ന് അവിടം വരെ വരുമോ, അവിടെ വീട്ടുകാർക്കൊക്കെ ഒന്ന് കാണാനാണ്. അവർ ഇങ്ങോട്ട് വന്നു, ഇവിടെ അടുത്താണെങ്കിൽ. അല്ല, അവരെല്ലാവരും ഇവിടെ പരിപാടി തുടങ്ങുമ്പോഴേ വരുള്ളൂ, ഒന്ന് അവിടം വരെ വന്നല്ലോ, ഇവർ തൊട്ടടുത്തല്ലേ, പ്ലീസ് എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ദിലീപിനെ വിളിച്ചപ്പോൾ ദിലീപ് പറഞ്ഞു, ചേട്ടൻ ചെല്ലി, ഞാൻ സ്റ്റേജിൽ കെട്ടട്ടെ, വരാൻ പറഞ്ഞു. സന്തോഷം ഞാനും ജോർജും കൂടി പോയി. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് ദൂരം തോന്നി. അല്ല, തൊട്ടടുത്ത് നമ്മളിങ്ങനെ തടി കടന്ന് പിന്നെ നടന്നിങ്ങനെ ഭയങ്കര, നമ്മൾ ഇത്ര അടുത്താണെന്ന് ദൂരം ഉണ്ടല്ലോ ഇവിടെ. അപ്പം അവരൊക്കെ ഈ പറയുന്ന അടുത്തുനിന്ന് തന്നെ നല്ല കിലോമീറ്റർ ഉണ്ടാവും. തടിപ്പാലം എന്നാൽ തെങ്ങും തടി തോട്ടിലിട്ടാണ്. അങ്ങനെ 2 എണ്ണം കഴിഞ്ഞിട്ട് പിന്നെയും പോയി അപ്പുറത്ത് ചെന്നിങ്ങനെ കടന്ന് അവിടെ ചെന്നു. ഈ പയ്യനൊരു വേലിക്കെട്ടിൻ്റെ അകത്തേക്ക് ഓടി കയറി. അപ്പോൾ ഞാൻ ചെന്ന് അവിടെ നിന്നു. ഞങ്ങൾ 3 പേരും കൂടി അവിടെ നിന്നു. കുറെ കഴിഞ്ഞപ്പോൾ അവിടെ ആ സ്റ്റെപ്പിൽ, അതായത് വീടിൻ്റെ വരാന്ത സ്റ്റെപ്പിൽ ഒരാളിങ്ങനെ മുണ്ടെടുത്തിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു സ്റ്റെപ്പിൽ. ഈ പയ്യനോടി ഇയാളുടെ മുമ്പിൽ കൂടെ അകത്തേക്ക് കയറി. അയാൾ എന്നെ നോക്കിയിട്ട്, ആരാടത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാനാ അശോകനാണ്. ഏതാ അശോകൻ? ഉടനെ അകത്തുനിന്ന് ഈ പയ്യൻ, കൊച്ചാപ്പ അതാ അരിശ്രീശോനാ. ഏതാ അശോകനാടെ? മറ്റേ ഗോഡ് ഫാദറില്ലേ? ഗോഡ് ഫാദറാ? മുതലാളി വായിട്ട് തുപ്പിയാ? ആരാ? ഇയാളങ്ങോട്ട് ഭയങ്കര അലർച്ചയെ പറയുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന് വിട്ടപ്പോൾ തന്നെ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഈ വീട്ടിലെ അമ്മയും പെങ്ങാമ്മരൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് അവർ ചിരിക്കുന്നുണ്ട്. അന്ന് ഈ ചെക്കൻ എന്തിനാ കൊണ്ട് ഞങ്ങൾ ഓടിക്കളഞ്ഞു. അവിടെ നിന്ന് ഓടി അവിടെ വന്ന് അങ്ങോട്ട് പോയതിനേക്കാൾ ഇരട്ടി ദൂരം തോന്നി ഇങ്ങോട്ട് വന്നപ്പോൾ. അമ്മാതിരി ഓട്ടോ ഓടിയത്. ഓടി അവിടെ വന്ന് പ്രോഗ്രാം ചെയ്തു. പ്രോഗ്രാം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കാർന്നൊരു മുമ്പിൽ ഇരിപ്പുണ്ട്. ഇവനല്ലേ വീട്ടിൽ വന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വായിട്ട് തുപ്പിയെന്ന് പറഞ്ഞത് അല്ലേ, എടാ ഇവനല്ലേ? ഞങ്ങൾ മൊത്തം സ്റ്റേജിൽ ചിരിച്ചു. ജനങ്ങൾ ചിരിച്ചു. 2 അർത്ഥത്തിൽ ചിരിയായിരുന്നു അത്. ഞങ്ങളുടെ ഈ കഥ ജനങ്ങൾക്ക് അറിയില്ല. ജനങ്ങൾ ഗോഡ് ഫാദറിലെ വായിട്ട് ഇപ്പം ഒരു ക്യാരക്ടറാണല്ലോ എന്ന് വരുന്നത് അവർ ചിരിയും കയ്യടിയായിരുന്നു. അപ്പം ഒരു കാര്യത്തിന് 2 ചിരി കിട്ടുന്നത് 2 രീതിയിലായിരുന്നു അവിടെ. വരട്ടെ, കൂടെ ഡ്രൗസർ ഇട്ടിരുന്ന ഒരാൾ വരട്ടെ. ഞാൻ അശോകൻ ആദ്യമായിട്ട് കാണുന്നത് തിരുവല്ലയിൽ വെച്ചാണ്. ഒരു കൊച്ചു ഭൂമിയിലുക്കും എന്ന് പറഞ്ഞ പടം. പിന്നെ യാദൃശ്യമായിട്ട് മാനത്തെ കൊട്ടാരം, ഇവർ ചേരുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ സഹകരിക്കാൻ പറ്റും. മാനത്തെ കൊട്ടാരമൊക്കെ ശരിക്കും ഇവരൊരു ത്രിമൂർത്തികളാണ്. ദിലീപ്, നാദർഷ, അശോകൻ, ഇവർ 3 പേരുടെയും വളരെ പരിശ്രമത്തിനകത്തുണ്ട്. ഓരോ ദിവസവും വർക്ക് കഴിയുമ്പോഴത്തേക്ക് അവർ പിന്നെയും ഇവർക്ക് രാത്രി ഇങ്ങനെ ഈ ഷോയ്ക്കൊക്കെ പോയി ഉറക്കം കഴിച്ചിരുന്ന് പ്ലാൻ ചെയ്യാനുള്ളൊരു പ്രത്യേക ശീലമുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ തുടർന്ന് ആ പടം വലിയ ഹിറ്റായി. അതിനുശേഷവും
അശോകനെയൊക്കെ ഞാൻ കാണുന്നത് ഇപ്പോഴും അത്രയും പരിശ്രമത്തോടെ തന്നെ കാണാം. വർക്ക് കഴിഞ്ഞൊക്കെ നമ്മൾ ഫ്രീ ആയി റൂം പോകുമ്പോഴും അശോകനൊക്കെ അടുത്ത സീൻ ഏതാ, അസോസിയേറ്റിൻ്റെ റൂം അന്വേഷിച്ച് പോയി അതിന് വേണ്ടിയുള്ളൊരു ശ്രമം ഭയങ്കരമായിട്ടുണ്ട്. അത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടും അശോകൻ അതിൽ മടുപ്പില്ല. അശോകൻ്റെ സീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് അടുത്തത് അതിന് മുൻപ് വാങ്ങിച്ച് എന്തുപോലെ അതവിടെ ആ സീൻ ഇവിടെ ഞാനത് അന്ന് പറഞ്ഞില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടർമാരുടെ അടുത്ത് സംസാരിക്കും. പക്ഷേ അശോകൻ ഇങ്ങനെ ഒരു മയത്തിൽ സംസാരിക്കണല്ലോ, അത് വഴക്കുണ്ടാക്കണ പോലെ അവർക്ക് തോന്നും. അശോകൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത ഞാൻ ഇത്തിരി ഉറക്കെ സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് പലർക്കും അറിയാവുന്നവർക്കേ മനസ്സിലാവുള്ളത് ഞാനത് സാധാരണ സംസാരിക്കണം ഇങ്ങനെയാണെന്ന്. ചിലർ രണ്ട് രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. നമുക്ക് അങ്ങനെ മനഃപൂർവ്വം ഞാൻ ഇത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, കുറേയൊക്കെ മാറിയിട്ടുണ്ട്. അശോകൻ പക്ഷെ കുറേ മയപ്പെട്ടു, പഴയ പോലെയല്ല. ജീവിതം കുറേ പഠിപ്പിച്ചു. അതെ.